ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? അപ്പോൾ അതേ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി ഒന്ന് ശ്രമിക്കണം കേട്ടോ. അപ്പോഴേ നമ്മളെ വീഡിയോയ്ക്ക് അതൊരു പോസിറ്റീവായിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ അങ്ങനെ അങ്ങോട്ട് പോവാമല്ലേ. അപ്പോൾ രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതേ കുറച്ച് മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ മാറാലൊക്കെ തട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അകത്തുള്ളതൊക്കെ നമ്മൾ വേറെ സമയത്ത് തട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ പുറം ഭാഗത്ത് ഉള്ള മാറാല ഉണ്ടല്ലോ, അത് ആണ് തട്ടിയെടുക്കുന്നത്. പിന്നെ ഗ്രില്ല് ആയതുകൊണ്ട് തന്നെ ഗ്രില്ലിൻ്റെ ഇടയിലൊക്കെ എല്ലാ ഭാഗത്തും ഇല്ല കേട്ടോ. ചില സൈഡിലൊക്കെ ഇങ്ങനെ ഗ്രില്ലിൻ്റെ ഇടയിൽ മാറാല പെട്ടെന്ന് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ അടിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഗ്രില്ലിങ്ങനെ അടിച്ച് അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യണത് കേട്ടോ. പിന്നെ പുറത്തേക്ക് നമ്മൾ മുറ്റം എന്താ പറയുക അടിച്ച് വാരാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങുന്ന ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ ഈ മാറാല കാണുന്നത്. അല്ലെങ്കിൽ ചെരുപ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ടൈമിലായിരിക്കും കാണുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഈ മാറാല ശ്രദ്ധയിൽ പെടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അങ്ങനെ വേഗം വന്ന് ചെയ്തതായിരുന്നേ. പിന്നെ ഇത് ഞാനൊരു ക്ലിപ്പ് വേറെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് വിട്ടുപോയതായിരുന്നേ. നമ്മളിവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ടേബിളിൻ്റെ മുകളിൽ നമ്മൾ പേപ്പറും ഒക്കെ വിരിച്ച് വെക്കാറുണ്ട്. പൂച്ച കയറുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ടേബിളിൻ്റെ മുകളിലൊക്കെ പൂച്ചയുടെ രോമം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു തുണിയാണ് നമ്മളവിടെ വിരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ അങ്ങോട്ട് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അടിച്ചാലും തട്ടിയാലൊന്നും പോകുമില്ല. പെട്ടെന്ന് കപ്പൂസൊക്കെ വന്ന് കളിക്കണതും കാര്യങ്ങളൊക്കെ ആണല്ലോ. പണ്ട് മനുവിന് ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ചെറിയ പണിയൊന്നല്ല കിട്ടിയത്. അന്ന് ഭാഗ്യത്തിനാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആയിരുന്നു അത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ പൂച്ച വരുന്ന സമയത്ത് പൂച്ച ഭക്ഷണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇതെന്താ പറയുക, അകത്തേക്ക് വരുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ചിലവർ വിചാരിക്കും നമ്മൾ ഭക്ഷണം കൊടുക്കാനുള്ള മടി കൊണ്ടാണ്, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയൊന്നും അല്ല. ഇതിപ്പോൾ എന്താ വെച്ചാൽ പുറത്തുനിന്ന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ തിരക്കടില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ അകത്ത് കയറുന്നത് കൊണ്ടാണ് പ്രശ്നം വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ അതിന് നിൽക്കാത്തത്. ഒരു പ്രാവശ്യം അനുഭവം ഉള്ളത് കൊണ്ട്. അതിന് മുന്നേ വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ. സോഫയിലായാലും അകത്ത് കൂടെ ആയാലും ഒക്കെ പൂച്ച നടക്കാറുണ്ട്. ഭക്ഷണം കൊടുക്കണതോ അതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു പണി കിട്ടിയതിന് ശേഷമാണ് പിന്നെ ഞാനത് കുറച്ചൊന്ന് എന്താ പറയുക നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ എപ്പോൾ വേണമെങ്കിലും കയറാൻ പറ്റും. എന്നിട്ട് ഈ ടേബിളിൻ്റെ മുകളിലായാലും സോഫയിലായാലും ചെയറിലായാലും ഒക്കെ കയറിയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാത്രി കിടക്കുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു ടേബിളിൻ്റെ മുകളിൽ പേപ്പറോ ഷീറ്റോ എന്തെങ്കിലും വിരിച്ച് വയ്ക്കും. എന്നിട്ട് രാവിലെ ആകുമ്പോൾ അത് മാറ്റിയിടുകയാണ് ചെയ്യുക കേട്ടോ. അതങ്ങനെ മടക്കി വൃത്തിയാക്കി മാറ്റി വയ്ക്കും. പിന്നെ രാത്രിയാകുമ്പോൾ വീണ്ടും നമ്മളത് വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കയറിയാലും എന്തായാലും പ്രശ്നം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇന്നിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുരുമുളകൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നിലത്ത് നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മറവ് നിലത്ത് കിട്ടിയിട്ടുണ്ട് എന്നാണ് എങ്കിൽ അപ്പോൾ അവിടെ ഇങ്ങനെ ഉറുമ്പ് ഇങ്ങനെ പൊടിമണ്ണ് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരും കേട്ടോ. ഈ കല്ലാണല്ലോ ഇങ്ങനെ പൊടിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കാറുള്ളത്. അപ്പോൾ ഏതായാലും അപ്പോൾ നമ്മൾ അതിനൊരു അവസരം കൊടുക്കാതിരിക്കുന്നതാണല്ലോ നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നിലത്തൊന്നും വെക്കാണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്കിങ്ങനെ അടിച്ചു വാരാനാവുമ്പോൾ ഇങ്ങനെ വീശി അടിച്ചു വാരി പോരാൻ പറ്റണം. നിലത്ത് അങ്ങനെ എന്തെങ്കിലും വെക്കണതുകൊണ്ട് പണ്ടേ എനിക്ക് ഒരു താല്പര്യമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ നിലത്ത് എന്തെങ്കിലും വെക്കുക എന്നുള്ളത്. നമുക്കിപ്പം 2 or 3 പ്രാവശ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ നിലം അടിച്ചു വാരാനൊക്കെ പറ്റും. ആ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനെ അടിച്ചു വാരി പോരാൻ പറ്റണം. നമ്മൾ മാറ്റാൻ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എനിക്ക് കേട്ടോ
ചിലർക്ക് തോന്നും അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്നുള്ളതൊക്കെ തോന്നും കേട്ടോ. അത് ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യങ്ങളും അതിനനുസരിച്ചായിരിക്കുമല്ലോ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും സാഹചര്യങ്ങളും മാറുന്നതിനനുസരിച്ച് ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുമല്ലോ. ഞാൻ പൊതുവെ ഇങ്ങനെയാണ്, എനിക്ക് നിലത്ത് അങ്ങനെ ഒരു സാധനങ്ങൾ വെക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് അടിച്ചു വാരാനും തുടയ്ക്കാനും ഒക്കെ സ്മൂത്തായിട്ട് പറ്റണം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ എന്തുണ്ടെന്നുണ്ടെങ്കിലും നിലത്ത് വെക്കാത്ത രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കൂ കേട്ടോ. എന്നാലും നമുക്ക് എല്ലതും അങ്ങനെ ഒരു വീട്ടിൽ പറ്റിക്കൊള്ളണം എന്നൊന്നും ഇല്ലല്ലോ. ഒരുവിധം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പറ്റാവുന്ന രീതിയിലൊക്കെ അങ്ങനെ ചെയ്ത് വെക്കാം. അപ്പോൾ അതേ അങ്ങനെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ അടുക്കളയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്കറിയായിരിക്കും അടുക്കളയിലത്തെ പണി ഞാൻ എന്തുകൊണ്ടാണ് ആദ്യം കാണിക്കാത്തത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതേ രാവിലെ നമ്മൾ കുറച്ച് കടലക്കറിയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കടല നമ്മൾ കുക്കറിൽ എന്തെങ്കിലുമൊക്കെ വെക്കുന്ന ആ ഒരു ടൈമിൽ ചിലപ്പോൾ അത് ഇങ്ങനെ മുകളിലേക്ക് വരാറുണ്ടല്ലോ, അതിൻ്റെ മസാലകളൊക്കെ ഇങ്ങനെ മുകളിലേക്ക് വരാറില്ല. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് എണ്ണ നമ്മൾ വെള്ളം ഒഴിക്കുന്ന ആ ഒരു കൂട്ടത്തിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പുറത്തേക്ക് കുക്കറിൻ്റെ വിസിലിൻ്റെ അതിൽ പുറത്തേക്ക് വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ അങ്ങനെ അതങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ കിട്ടാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴേ പറ്റുള്ളൂ. കഞ്ഞിയും ചോറൊന്നും ഉണ്ടാക്കുമ്പോൾ അതൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ അതേ പുട്ടാണ് ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ അതേ പുട്ടുപൊടി കുറച്ച് ഒന്നിച്ചിട്ടുള്ള പാക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് പുട്ട് പൊടി എടുക്കാൻ വേണ്ടി നിന്ന സമയത്താണ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അവരങ്ങനെ എടുത്ത് തരികയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ വീഡിയോയിലൊരു വിശേഷം എന്താണ് കാണിക്കാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെ വീടിന് കുറച്ചടുത്തായിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിൽ. ഈ വീടുകളിലുള്ള അമ്പലം ഉണ്ടാവില്ലേ, അങ്ങനെ കുടുംബക്ഷേത്രം അങ്ങനെയുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു പരിപാടി ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോവണം എന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മനുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയൊക്കെ ഉണ്ട് കേട്ടോ, അവരുടെ ഫാമിലിയാണ്. അപ്പോൾ അവർ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറ്റുകയാണെങ്കിൽ അന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വൈകുന്നേരം ഏട്ടനും എത്തിയതുകൊണ്ട് തന്നെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഏട്ടനൊക്കെ കുട്ടിയാവണ സമയത്ത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ ഇന്ന് വരെ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ എനിക്ക് പോകണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്നാണ് കേട്ടോ, നമ്മൾ ഒന്നും നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് മനസ്സിലുണ്ടായിരിക്കും, പക്ഷേ നമുക്ക് അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കില്ല കേട്ടോ. കാരണം ഇവർക്ക് ലീവ് വരുന്നതിനനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുള്ളേ. അതുകൊണ്ട് ഞാൻ മക്കളോടായാലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല. ആ ഒരു ടൈമിൽ പോകാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് നമുക്ക് പോവാം, റെഡി ആയിക്കോളൂ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് വൈകുന്നേരം പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഇതിൽ റോഡിലൂടെയൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ പറഞ്ഞു. അങ്ങനെ റെഡിയായി പോയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ദേവനൃത്തം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, പരിചയമുള്ള ആൾക്കാരും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൂസിനെയും കൊണ്ടുപോയി. അപ്പൂസ് ആ ഒരു പ്രോഗ്രാം ആ ഒരു ദേവനൃത്തം തുടങ്ങുന്ന ആ ഒരു ടൈമിൽ അങ്ങോട്ട് ഉറങ്ങിയിട്ട് അത് കഴിഞ്ഞ ടൈമിലാണ് അപ്പൂസ് ഉണർന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൂസിനൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡാൻസും കുട്ടികളുടെ ഡാൻസും പ്രോഗ്രാമും അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ദേവനൃത്തം തന്നെ തുടങ്ങിയപ്പോൾ 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്രയും നേരം നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ ഒരു നൃത്തം കഴിഞ്ഞതോടുകൂടി ഞങ്ങൾ പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിവിടെ ഉള്ളവരുടെ സ്റ്റാറ്റസിലൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്ന പ്രോഗ്രാമുകളൊക്കെ നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു വർഷം പരിപാടിയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അന്ന് എല്ലാ പരിപാടികളും കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പൂസ് അവിടെ ഈ എന്താ പറയുക സാധനങ്ങളൊക്കെ വിൽക്കില്ലേ, അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ നിന്നൊരു കോഴീനെയും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൂസിന് വേണ്ടിയിട്ട്. അതും വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 9 മണിയുടെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോമരം തുള്ളുന്നൊരു പരിപാടിയൊക്കെ അല്ലേ, അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും അധികം കാണാൻ വേണ്ടി തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും കാണാൻ വേണ്ടി നിന്നുണ്ടായിരുന്നില്ല.
അപ്പം അങ്ങനെ ദേ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ പുട്ടൊക്കെ ദേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു തരി പുട്ടൊക്കെ നമ്മൾ വാങ്ങി വെച്ചു. അടുത്തതൊക്കെ ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ കറിയും സെറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇനിയിപ്പോൾ അത് വറുത്തിടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴക്കോളുണ്ട്. ഇപ്പം ഞാൻ ഈ പ്രോഗ്രാമിന് പോകുന്ന അന്നും ഇപ്പോൾ മഴ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ പരിപാടിയൊക്കെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മഴയൊന്ന് മാറി നിന്നു. തലേ ദിവസം മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു വിശേഷങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതേ നമ്മുടെ കറിയും സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഈ കടലക്കറി ഒന്ന് വറുത്തിട്ടെടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ കടലക്കറിയും കൂടെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ പച്ചക്കറി വാങ്ങുന്ന ആ ഒരു ടൈമിൽ ഈ വല പോലത്തെ ഒരു സംഭവത്തിൽ പച്ചക്കറി വാങ്ങാൻ കിട്ടില്ലേ, ആ ഒരു സാധനം വെച്ചിട്ട് കളിക്കലാണ് ഈ പപ്പൂസിൻ്റെ പരിപാടി കേട്ടോ. ഒക്കെ ഇവിടെ നിന്ന് പെറുക്കി കൊണ്ടുപോകും. പക്ഷേ അത് നമ്മളെങ്ങാനും നിലത്ത് ബൈ ചാൻസിൽ വീണ് പോയാൽ വഴുക്കി വീഴാനും ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ ആ ഒരു പരിപാടി തുടങ്ങുന്ന ആ ഒരു ടൈമിൽ വോയിസ് മ്യൂട്ടാക്കാം കേട്ടോ. മ്യൂട്ടാക്കല്ല, ഞാനിതിൽ എൻ്റെ വോയിസ് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതേ കുറച്ച് അരിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അരിയൊക്കെ എടുത്തിട്ട് അപ്പൂസിൻ്റെ പണിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ, അരിയൊക്കെ ഇട്ടേക്കണ, അരി പച്ചരിയൊക്കെ ഇട്ടേക്കണേ കണ്ടെയ്നറുകൾ ഇങ്ങനെ 2, 3, 4 ഉണ്ട് കേട്ടോ. അതിങ്ങനെ നിരത്തി വെക്കണം. അപ്പോൾ ഇതുപോലെ ഒരെണ്ണത്തിലാണ് ഞാൻ പപ്പടം ഇട്ട് വെക്കാറുള്ളത്. അപ്പോൾ ആ പപ്പടം ഞാൻ അടുക്കളയിൽ വെച്ചാലും അത് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കുന്ന പരിപാടിയാണ് കേട്ടോ ആൾക്കുള്ളത്. അപ്പോൾ ഞാൻ ഈ അരി എടുക്കണത് ആൾ കണ്ടിട്ടില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ, അതൊക്കെ വാരി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ദേവനൃത്തം കാണാം കേട്ടോ. കാണാത്ത കൂട്ടുകാരൊക്കെ കണ്ടോളൂ. ഈ ഒരു ദേവനൃത്തത്തിൽ ശിവഭഗവാനെയും അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിയെയും എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. വേറെ 3 പേരും കൂടെ ഉണ്ട്. അത് ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് അറിയുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ബാക്കി 3 പേര് ആരാണ് എന്നുള്ളത്.